ഈ ലോകത്ത് ഇവൾ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഈ 11 വർഷം അന്വേഷിച്ചു കൊടുത്തവനെ കളഞ്ഞേച്ച് ഒരു കൊച്ചിനെ കളഞ്ഞേച്ചല്ലേ ഇവള് പോയത്. എടാ, സ്വന്തം ഭർത്താവ് നോക്കത്തില്ലെങ്കിൽ മറ്റൊരാൾ നോക്കൂ. ഇവന്മാര് എത്ര നാൾ ഇവരെ കൊണ്ട് നടക്കും? 4 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി വേണ്ട. എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അച്ഛനെ മതി, എനിക്ക് ഇനി അമ്മയെ വേണ്ട, വന്നാലും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. തലവേദനയ്ക്ക് തേക്കുന്ന ടൈഗർ ബാം പൗഡർ, വെള്ളം കലക്കുന്ന ടാങ്ക് വരെ കൊണ്ടുപോയി. 12 വർഷമായിട്ട് പ്രവാസിയാണ്. 13 വർഷമായിട്ട് സുനിൽ പ്രവാസിയാണ്. ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് എന്തോ ഒരു ചെറിയൊരു ലേബർ പണിയാണ്, അല്ലാതെ വലിയ പണിയൊന്നുമല്ല. അതിൽ നിന്നും മിച്ചം പിടിച്ചിട്ടും ഇങ്ങനെ എന്താ പറയേണ്ടത്, കുബൂസും തൈരും ഇതൊക്കെ കഴിച്ചിട്ട് വളരെയധികം പിശുക്കി ജീവിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ സുനിൽ കുറച്ച് പൈസയൊക്കെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. അതിൽ നിന്നും ചിലവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സ്വപ്ന ഭവനം ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയിട്ട് സുനിൽ ഭാര്യയോട് പറയും, ബാക്കി പൈസ നീ കളയാതെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സുനിൽ അവിടെ കിടന്നിങ്ങനെ അധ്വാനിക്കലാണ്. ഏതായാലും ഒരു 10 വർഷത്തോളമായി കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെയധികം സന്തോഷത്തോടുകൂടി ഭാര്യയെ നല്ല പൊന്നുപോലെ നോക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ സുനിൽ വീണ്ടും ഗൾഫിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിനിടയ്ക്ക് ഭാര്യയ്ക്ക് നാട്ടിലൊരാളുമായിട്ടൊരു സൗഹൃദം. അത് സുനിൽ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു സൗഹൃദമുണ്ട് എന്ന്. അപ്പോൾ എല്ലാ അക്കൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ ഭാര്യൻ്റെ പേരിലാണ്. ഭാര്യൻ്റെ പേരിൽ തന്നെയാണ് പൈസ വരുന്നത്. അതുപോലെ പൈസ ചിലവാക്കുന്നത് ഭാര്യയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽ വലിയ ഒരു ഗൾഫുകാരനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിൽ അവിടുന്ന് ഇവിടത്തേക്ക് പൈസ അയച്ചു കഴിഞ്ഞാൽ സുനിലിനൊരു മെസ്സേജ് വരും എന്നല്ലാതെ ഭാര്യ അവിടുന്ന് ചിലവാക്കുമ്പോഴൊന്നും സുനിലിന് മെസ്സേജ് വരില്ല. അതായത് ഒരു ഇൻ്റർനാഷണൽ കാർഡിൻ്റെ ഓണറൊന്നും അല്ല സുനിൽ, തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്യുന്നതാണ്. അങ്ങനെ ഈ സുനിലിൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരുത്തനുമായിട്ട് പ്രണയമോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ, കാമുകന്മാർ ഭർത്താവ് അടുത്തില്ല എന്ന് തോന്നുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില എംബോക്കികളുണ്ടല്ലോ, ഈ സ്ത്രീകളെ വശീകരിച്ച് അടുക്കാൻ വേണ്ടിയിട്ട്. അവർക്കെന്ന് പറഞ്ഞാൽ 2 പഞ്ചാര വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ് പോവുകയും ചെയ്യും. ഈ പാവത്തിന് ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. എന്താ വെച്ചാൽ അത്രയും പണിയായിരിക്കും. ചിലപ്പോൾ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് യാത്രയും ഇതൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ രാവിലെ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 9 മണിക്ക് റൂമിലെത്തുന്ന ആൾക്കാരുണ്ട്. ആലോചിച്ച് നോക്കണം. 6 മണിയല്ല 5 മണിക്ക് രാവിലെ പോകും, 6 മണിക്ക് ജോലിക്ക് കയറണം. ഈ 6 മണി മുതൽ 6 മണി വരെ ജോലിയാണ്. പിന്നീട് അവിടുന്ന് യാത്ര ചെയ്ത് 2-2.5 മണിക്കൂർ ട്രാഫിക്കിലൊക്കെ കിടന്ന് റൂമിലെത്തി, 8:30 മണിക്ക് റൂമിലെത്തി. പിന്നീട് കുളിയും കഴിഞ്ഞ് അതുപോലെ ക്യൂ നിന്ന് കുളിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് കിടക്കുമ്പോഴേക്ക് പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കാനാവും. അതാണ് പ്രവാസിയുടെ ജീവിതം. അപ്പോഴീ ചിലപ്പോൾ നാട്ടിലേക്കൊന്നും വിളിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോഴാണ് ഈ കാമുകന്മാർ വരിക. കാമുകന്മാർ വന്നിട്ട് ഹലോ മുത്തേ ചോറ് കഴിച്ച. അപ്പോഴാണ് ആ സ്ത്രീകൾ വിചാരിക്കുക, കണ്ട എൻ്റെ ഭർത്താവിന് ഈ ഒരു സ്നേഹമില്ല, എൻ്റെ ഭർത്താവ് കണ്ട ഇങ്ങനെ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല, പക്ഷേ എങ്കിൽ അപ്പുറത്തുള്ള രാമൻ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, കണ്ട എന്തൊരു സ്നേഹമാണ് അങ്ങേർക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അങ്ങേരെ അങ്ങ് പ്രേമിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഈ സുനിലിൻ്റെ ഭാര്യക്കും ഒരു ഫൗള് പറ്റി. സുനിലിൻ്റെ ഭാര്യ ഒരുത്തനെ കയറി അങ്ങ് പ്രേമിച്ചു. അവർ രണ്ടുപേരും നല്ല രീതിയിൽ സംസാരമായി, അവിഹിത ബന്ധമായി, വീട്ടിൽ വരവായി, എല്ലാ പരിപാടിയും എടുക്കലായി എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഈ കാമുകൻ ഒരു പണിയും കൂടി ഒപ്പിച്ചു. അതായത് ഇവരുടെ ബാങ്കിലുള്ള പൈസ മുഴുവൻ അടിച്ചു മാറ്റി എന്നുള്ളതാണ്. 1 രൂപ ഒഴിയാതെ അടിച്ചു മാറ്റി. അതുമാത്രവുമല്ല, ഈ സുനിലിൻ്റെ പല ഈ പാസ്ബുക്കുകളും കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചിട്ട് സുനിലിന് അവിടുന്ന് കടം കിട്ടുമല്ലോ. സുനിലിൻ്റെ ഭാര്യ ആയതുകൊണ്ട് കടം കൊടുക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ സുനിലിന് ഗൾഫിൽ പണിയുണ്ട് എന്നറിയാം, മാസാമാസം പൈസ വരുന്നുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ ഫൈനാൻസുകാരൊക്കെ വന്നിട്ട് ചോദിച്ച പണം സുനിലിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യയാണെങ്കിൽ അതെല്ലാം എടുത്ത് കാമുകന് കൊടുത്തു എന്നുള്ളതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് 8-9 ലക്ഷത്തോളം രൂപ ഈ കാമുകൻ്റെ കയ്യിലായപ്പോഴേ ഒരു ദിവസം സുനിലിൻ്റെ ഭാര്യ മുങ്ങുകയാണ്. ഭാര്യ മുങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് സുനിലിന് മറ്റൊരു കാര്യവും കൂടി പിടികിട്ടിയത്. അയൽവക്കത്തു നിന്നൊക്കെ കുറച്ച് സ്വർണവും കാര്യങ്ങളൊക്കെ ഭാര്യ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കുടുംബശ്രീ പോലെയുള്ള അവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെയും തുക കുറേ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഭാര്യ പോയിരിക്കുന്നത്. 9 വയസ്സായ മകനെ വീട്ടിൽ തനിച്ചാക്കി ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ഇപ്പോഴാ മകൻ സുനിലിനോട് പറയുകയാണ്, ഇനി അമ്മയെ വേണ്ടാച്ച, ഇനി നമുക്ക് 2 പേർക്കും ജീവിക്കാം, ഇനി വന്നാലും നമുക്ക് അമ്മയെ വേണ്ട എന്നുള്ള തരത്തിൽ ആ ഒരു മകൻ പറയണമെങ്കിൽ എത്രമാത്രം സങ്കടം ഉണ്ടാവുന്നതാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഈ സുനിലിനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തു പോയിക്കൂടെ? ഈ മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല, ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ മകന് അമ്മയെ നഷ്ടപ്പെടുമോ?
വല്ലപ്പോഴും പോയിട്ട് അമ്മയെ കാണാൻ കഴിയുമല്ലോ. ആ മകൻ്റെ മനസ്സിൽ ഇത്രത്തോളം പകയും വെറുപ്പും വരുമോ? ഒരിക്കലും വരില്ല. അതായത് എനിക്ക് വേണ്ട, ഞാൻ അതുകൊണ്ട് പോവുകയാണ്, മറ്റൊരാളെ കല്യാണം കഴിക്കാൻ, ഡിവോഴ്സ് തന്നെ, സുനിൽ വേറെ കല്യാണം കഴിക്കട്ടെ. എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ എന്താ പറയേണ്ടത്, പിന്നെ എല്ലാ പൈസയും അടിച്ചു മാറ്റിയിട്ട് ഇനി ആ മനുഷ്യനെ അധ്വാനിച്ചിട്ട് ഇതുപോലെ പൈസ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം മാനസികപരമായിട്ട് തകർന്നു പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാലോ, നമ്മളെന്ന് പറഞ്ഞാൽ ഈ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു നരകം തന്നെയാണ്. അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ലേബർ പണിയൊക്കെ എടുക്കുന്നവർക്ക് ഒരു സ്വാതന്ത്ര്യവും ഒരു സുഖമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്രത്തോളം ഭയങ്കരമായിട്ടുള്ള ജോലിയായിരിക്കും, ഭാരപ്പെട്ട ജോലിയായിരിക്കും. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ചൂടായാലും തണുപ്പായാലും വെളിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയങ്കര മനസ്സായിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴല്ലേ അവർക്ക് പിന്നെ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഒരു പക്ഷേ സുനിലിന് പോയിട്ട് ഇതുപോലെ പ്രവാസത്തിൽ ഇത്രയും സമ്പാദിക്കാൻ കഴിയില്ല. ഇത്രയും നാൾ അദ്ദേഹം സമ്പാദിച്ചത് തൻ്റെ മകൻ്റെയും ഭാര്യയുടെയും മുഖം മുന്നിൽ കണ്ടതുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും ഭാര്യ ചതിച്ചുപോയി. ഇനി എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾ വേറെ കല്യാണം കഴിക്കൂ, അതൊക്കെ കഴിക്കാം. എന്നാലും ഒരാൾ ചതിച്ചതിൻ്റെ വേദനയുണ്ടല്ലോ, അത് മാറണമെങ്കിൽ അതൊരുപാട് കഴിയണം. ഒരാൾ മരിച്ചു പോയാൽ നമ്മൾ പെട്ടെന്ന് മറക്കൂ. പക്ഷെ ചതിച്ചു പോയി കഴിഞ്ഞായില്ലേ, പ്രത്യേകിച്ചെന്ന് പറയുന്നത് അതായത് മൊത്തത്തിൽ ഊറ്റിയിട്ടല്ലേ പോയത് ഇദ്ദേഹത്തെ. ഇനി ഇദ്ദേഹം എത്രത്തോളം പണിയെടുക്കണം ഈ കടം മുഴുവൻ വീടണമെങ്കിൽ? ആലോചിക്കണം. എന്തൊക്കെ സ്വപ്നങ്ങളായിട്ടാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്തത്. ഈ ഓരോ ജോലി ചെയ്യുമ്പോഴും ഓരോ ദിവസം ഓവർ ടൈം ചെയ്യുമ്പോഴും കൂടുതൽ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വരെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുമാത്രവുമല്ല, ഇവരുടെ ഭക്ഷണം ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് കുബൂസിലായിരിക്കും ഇവരുടെ ഭക്ഷണം നടത്തുന്നത്. അതിനെന്തെങ്കിലും കറി ഉണ്ടെങ്കിലായി, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. വെള്ളിയാഴ്ച മാത്രം ചോറ് തിന്നുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയുന്ന ആൾക്കാരുണ്ട്. അത്രത്തോളം കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരെയും വിചാരം എന്താ, ഗൾഫുകാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറയുന്നത് ഇതേ ഉള്ളൂ. എല്ലാവരും ഒന്നും യൂസഫ് അലിയല്ല, എല്ലാവരും ഒന്നുമില്ല. ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ്മെൻ്റ് ആയിട്ട് അടിച്ചുപൊളി ജീവിതം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയാണ്. അതുകൊണ്ട് ഈ സ്ത്രീ ഇപ്പോൾ ചതിച്ചു പോയതുകൊണ്ട് ഇനി ഒരിക്കലും ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു പണം ഉണ്ടാക്കാൻ കഴിയില്ല അദ്ദേഹത്തെ കൊണ്ട്. അത്രത്തോളം വിഷമപ്പെട്ടു അദ്ദേഹം. അതാണ് ഇങ്ങനെയുള്ള നാറികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതുപോലെയുള്ള ഈ സുനിലിൻ്റെ ഭാര്യമാരെ പോലെയുള്ള ആൾക്കാരെ വലവീശി പിടിക്കാൻ വേണ്ടിയിട്ട് നോട്ടം ഇട്ടിട്ട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇവർ വരുന്നത്. ഇവർ നാട്ടിലൊക്കെ പാട്ടായിരിക്കും, നാട്ടിലൊക്കെ ഓരോരുത്തന്മാർ പോയിട്ട് ബെറ്റൊക്കെ വെച്ചിട്ടുണ്ടോ, അതാ ഞാൻ സുനിലിൻ്റെ ഭാര്യനെ ഇന്ന് ഉപയോഗിപ്പിക്കും, നീ കണ്ടോ അവളെ എടുക്കുന്ന ഇന്ന് ഞാൻ ഇത്ര പൈസ മേടിച്ചിട്ട് വരുവാടാ, നിനക്ക് എത്ര പൈസ വേണ്ട ഓള് തരുവാണെന്ന്, എത്ര പൈസ വേണമെന്ന് ഓള് തരും. കാരണം ഓള് ഗൾഫുകാരൻ്റെ ഭാര്യയാണ്. ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും. ആ പൈസ നമുക്ക് അടിച്ചു മാറ്റടാ. ഒരു ഉളുപ്പുമില്ലാണ്ട് ഇങ്ങനെ പറയുന്നതും തിന്നുന്നില്ല ഒരുപാട് ടീമുണ്ട് നമ്മുടെ നാട്ടിൽ, ഒത്തിരി എണ്ണം ഉണ്ട്. ഇതിൽ പോയി വീണ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പെണ്ണുങ്ങളും ഉണ്ട്. അതാണ് ഞാൻ ഏറ്റവും വലിയ രസം. ഇതിൽ വീണ് കൊടുക്കാൻ വേണ്ടി ഒരുപാടെണ്ണം ഉണ്ട്. ഇവർക്കൊക്കെ ഒളിസേവ നടത്താനും ഇല്ലെങ്കിൽ വീണ് കൊടുക്കാനും ഇല്ലെങ്കിൽ ഇവർ വിളിക്കുന്നിടക്കെ പോകാനും പലതരത്തിലുള്ള നുണകൾ പറയാനുമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. നിങ്ങളോടെല്ലാം എനിക്ക് ഒരപേക്ഷയുള്ളൂ, പ്രത്യേകിച്ച് ഈ പ്രവാസികളെ നിങ്ങൾ പറ്റിച്ചു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓണം പിടിക്കത്തില്ല. അതുമാത്രവുമല്ല, നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം നാട്ടിലുള്ളപ്പോൾ മാന്യമായിട്ട് പറഞ്ഞിട്ട് പിരിഞ്ഞിട്ട് പോ, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതുപോലെ ചതിച്ചും വഞ്ചിച്ചും ഒരു മനുഷ്യനെ നടുസ്ഥലത്തിൽ നിർത്തിവെച്ചിട്ട് പോകരുത്. ഇന്ന് സുനിലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഇനി അദ്ദേഹത്തിന് ആ മകനെ വിട്ടേച്ച് ഇനി ഗൾഫിൽ പോയിട്ടൊരു പ്രവാസം അദ്ദേഹത്തിന് കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ പ്രവാസി സുഹൃത്തുക്കളോടും പറയുകയാണ്, വളരെയധികം കെയർ ചെയ്യുക. അതായത് ഭാര്യമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിലും വലിയ ശാപങ്ങളാണ് നാട്ടിലുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലവീശി പിടിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഒരുപാട് കഴുകന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.